മെയിനായിട്ട് നമുക്ക് VMTV ചാനലിൽ നിന്നും നമ്മളെ പ്രഭാത ഭക്ഷണങ്ങളും എല്ലാ വർഷവും നടത്തി തരാറുണ്ട്. തിരക്ക് കൂടാനുള്ള സാഹചര്യമുണ്ട്. എത്ര തിരക്ക് വന്നിരുന്നാലും എത്ര ഭക്തജനങ്ങൾ വന്നിരുന്നാലും ഹൗസും ബോർഡ് ബ്രദേഴ്സിൻ്റെ എല്ലാ സഹായങ്ങളും ഭക്തജനങ്ങൾക്കുണ്ടായിരിക്കും. പുരുഷന്മാർക്കായിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങളെ തൃപ്തിപ്പെടുത്തി വിടുക. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ പൊങ്കാലയുടെ തിരക്കിലാണ് തിരുവനന്തപുരം നഗരമാകെ. തിരുവനന്തപുരം നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ കാണാം അവിടുത്തെ ജനങ്ങൾ എത്രയധികം ആവേശത്തിലാണെന്ന്. പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങളെ അവരെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് അന്നദാനവും ദാഹജലവും നൽകി അവരെ സംരക്ഷിക്കുക എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ നാട്ടുകാർ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഹൗസിംഗ് ബോർഡിലെ ബ്രദേഴ്സ്, അവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഹൗസിംഗ് ബോർഡ് ബ്രദേഴ്സ്, അവരുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മളിപ്പോൾ ഉള്ളത് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലാണ്. ഇവിടെ ഹൗസിംഗ് ബോർഡ് ബ്രദേഴ്സാണ്, ബ്രദേഴ്സിലെ ഒരു അംഗമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ പൊങ്കാലയുടെ വിശേഷങ്ങൾ ചേട്ടാ, എവിടെ വരെ ആയി ആഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ? അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഈ ഹൗസിംഗ് ബോർഡ് ബ്രദേഴ്സ് CIT ഹെറ്റ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും പിന്നെ ഞങ്ങളുടെ നാട്ടുകാരും സഹപ്രവർത്തകരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് എല്ലാ വർഷവും ഇവിടെ ഈ സംരംഭം നടത്തുന്നത്. എല്ലാ വർഷം ചെല്ലും തോറും ഓരോ വർഷം പുരോഗമിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഉണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് VMTV ചാനലിൽ നിന്നും നമ്മളെ പ്രഭാത ഭക്ഷണങ്ങളും എല്ലാ വർഷവും നടത്തി തരാറുണ്ട്. സ്പോൺസർ അവരാണ്. പിന്നെ ഞങ്ങൾ കൊടുത്ത എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള സഹകരണം കാഴ്ചവെച്ചുകൊണ്ട് VMTV എല്ലാ വർഷവും ഞങ്ങൾ കൊടുത്ത് കൂടാറുണ്ട്, സഹകരിക്കാറുണ്ട്. അതുപോലെ ബാക്കിയുള്ള സ്പോൺസർമാരും നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ പ്രവർത്തന ഫലമായിട്ട് ഞങ്ങൾ നല്ല ശക്തിയിലും സ്ട്രോങ് ആയിട്ട് ഈ പ്രവർത്തനം എല്ലാ വർഷവും ഒന്നിനൊന്നിൽ നല്ല രീതിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഹൗസിംഗ് ബോർഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ പൊങ്കാലയിടാൻ വരുന്ന സ്ത്രീകൾക്കാണ് അന്നദാനം കൊടുക്കാറുള്ളത്. പക്ഷേ ഞങ്ങളിവിടെ പുരുഷന്മാർക്ക് പ്രത്യേക കൗണ്ടറും സ്ത്രീകൾക്ക് പ്രത്യേക കൗണ്ടറും ഞങ്ങളിവിടെ എല്ലാ വർഷവും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ വരുന്ന ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അന്നദാനവും ദാഹജലങ്ങളും എല്ലാം കൊടുത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർ ഭംഗിയായി പൊങ്കാലയിട്ട് സന്തോഷമായിട്ട് പോകാൻ വേണ്ടി ഈ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ ഞങ്ങൾ എല്ലാ സഹപ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർക്ക് എല്ലാ സഹായം ചെയ്തുകൊണ്ട് എല്ലാ വർഷവും നടത്തിപ്പോകുന്ന ഈ സംരംഭം ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ആറ്റുകാലമ്മയുടെ നാമത്തിൽ ഞങ്ങളെല്ലാവരും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഈ വർഷവും അത് ആരംഭിച്ച് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഈ പൊങ്കാല കഴിയണവരെയും ഈ ജംഗ്ഷനിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. അപ്പം മുമ്പത്തെക്കാളുമുള്ള ഒരു തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് ഈ വർഷം. ചേട്ടൻ അങ്ങനെ തോന്നുന്നില്ലേ? കഴിഞ്ഞ വർഷത്തെക്കാളും തിരക്ക് കൂടി വരുന്ന ഒരു സാഹചര്യമായിട്ട് തോന്നുന്നില്ലേ ഈ വർഷം? തിരക്ക് കൂടാനുള്ള സാഹചര്യമുണ്ട്. എത്ര തിരക്ക് വന്നിരുന്നാലും എത്ര ഭക്തജനങ്ങൾ വന്നിരുന്നാലും ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ ഹൗസിംഗ് ബോർഡ് ബ്രദേഴ്സിൻ്റെ എല്ലാ സഹായങ്ങളും ഭക്തജനങ്ങൾക്കുണ്ടായിരിക്കും. പൊങ്കാലയുടെ ആവേശത്തിലാണല്ലേ കമ്മിറ്റി അംഗങ്ങളെല്ലാം. അപ്പോൾ എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ പൊങ്കാലയിടാൻ വരുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദാഹജലവും അന്നദാനവും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ അത് കണക്ക് നോക്കിയിട്ടില്ല. ഞങ്ങളിത് വർഷങ്ങൾ കൊണ്ട് നടത്തുന്നുണ്ട്. നമ്മളിത് 1 വർഷം 2 വർഷം ഒന്നും കണക്ക് കൂട്ടിയിട്ടില്ല. എന്തെന്ന് വെച്ചാൽ നമ്മളിത് ഒരിക്കലും നിർത്താൻ പോകുന്നതല്ല. ഇത് തുടങ്ങിയത് ഞങ്ങൾക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഇത് ഇവിടെ തുടങ്ങിയതാണ്. ഫസ്റ്റിൽ തൊട്ട് ഇവിടെ ഡ്രിങ്ക്സ് കലക്കി കൊടുത്താണ് തുടങ്ങിയത്. അന്ന് ഈ ജംഗ്ഷനിൽ ഇത്രത്തോളം ആൾക്കാർ വരുത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ആൾക്കാർ വന്നപ്പം നമ്മളിത് അതിനനുസരിച്ചുള്ള രീതികളും മാറി. ഭക്ഷണം, കാപ്പി, എല്ലാം ഡ്രിങ്ക്സ് ഇതെല്ലാം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് വർഷം കൂട്ടി വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് അറിവായ കാലം തൊട്ട് ഈ പൊങ്കാല ഇങ്ങനെ വിപുലീകരിച്ച് വന്നതോടെ ഞങ്ങൾ വിപുലീകരിച്ച് പോയി. ആദ്യം ഞങ്ങൾ വെറും ഡ്രിങ്ക്സ് വെള്ളം മാത്രമാണ് കൊടുത്തിട്ടുണ്ട്. അതും പൊങ്കാല ഇടാൻ വരുന്നവർ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അവിടെയും ഈസ്റ്റ് ബോർഡിലുമൊക്കെ പൊങ്കാല ഇട്ടിട്ട് ഇതുവഴി നടന്നു പോകുന്ന ഭക്തജനങ്ങൾക്ക് ഡ്രിങ്ക്സ് കലക്കി കൊടുത്താണ് ഞങ്ങളിവിടെ തുടങ്ങിയത്.
അതുകൊണ്ട് ഞങ്ങൾ വർഷം കൂട്ടി വെച്ചിട്ടില്ല. ആ ഈ ഒരു ഭക്തജനങ്ങളുടെ ഒരു പൂർണ്ണ സംതൃപ്തിയാണല്ലേ നിങ്ങൾ നോക്കുന്നത്? അവർ പൊങ്കാലയിടാൻ വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? ഒരു ഓണം എത്തിയാൽ ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കും, ക്രിസ്മസ് എത്തിയാൽ ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കും. അതെല്ലാം അവരവരുടെ വീടുകളിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ചെറുപ്പക്കാർക്കും മറ്റു വയസ്സായവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പുരുഷന്മാർക്കായിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങളെ തൃപ്തിപ്പെടുത്തി വിടുക. അത് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഞങ്ങൾക്കൊരു ഭാഗ്യമാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. ഹൗസിംഗ് ബോർഡ് പ്രദേശ് അത്രയധികം ആവേശത്തോടെയാണ് വരുന്ന ഭക്തജനങ്ങളെയെല്ലാം അവർക്ക് വേണ്ട ദാഹജലവും അന്നദാനവും നൽകി അവരെ തൃപ്തിപ്പെടുത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള താമസ സൗകര്യം എല്ലാം നൽകുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തമായി അവർ ഏറ്റെടുത്തിരിക്കുന്നത്.